മോർണിംഗ് ഏഷ്യ. ഗുഡ് മോർണിംഗ് ഇന്ത്യ, ഗുഡ് മോർണിംഗ് കേരളം. കേരളത്തിൽ 2022 ഒരു ദിവസം ശരാശരി 999 പേരാണ് കോവിഡ് വാക്സിനേഷൻ എടുത്തവർ മരണമടഞ്ഞിരിക്കുന്നത്. അതായത് ഒരു വർഷം മാത്രം 3,64,521 ആണ് സർക്കാർ ഔദ്യോഗിക കണക്ക് പ്രകാരം 2022 കോവിഡ് വാക്സിനേഷൻ എടുത്തതിന് ശേഷം കേരളത്തിൽ ഹൃദയാഘാതം മൂലം ഒരു ദിവസം 999 പേര് 2022 മാത്രം 3 ലക്ഷത്തിൽ പരം ജനങ്ങളാണ് ഹൃദയാഘാതം മൂലം മരണമടഞ്ഞേക്കുന്നത്. 2025 ശരാശരി ഒരു ദിവസം കേരളത്തിൽ ഇന്ത്യയിൽ 65,000 പേര് മരിക്കുന്നുണ്ട് ഹൃദയാഘാതം മൂലം. കേരളത്തിൽ മാത്രം അത് 2,444 ശരാശരി. ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഓക്സിജൻ ലഭിക്കാത്തതാണ്. ഇപ്പോൾ കോവിഡ് വീണ്ടും വന്നു കഴിഞ്ഞാൽ സിലിണ്ടറിലുള്ള ഒരു ഓക്സിജന് നിങ്ങൾ കൊടുക്കുന്ന തുക 3,000 രൂപയാണ് സ്വകാര്യ ആശുപത്രികളിൽ. ഓക്കെ, അപ്പോൾ കോവിഡ് ഇല്ലാതുള്ള ഓക്സിജൻ നൽകുന്ന പുതിയൊരു ടെക്നോളജി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, സോളാർ സൗരോർജ്ജം. ഈ സോളാർ സൗരോർജ്ജമാണ് കുഞ്ഞുങ്ങൾക്ക്, മുതിർന്നവർക്ക്, എല്ലാവർക്കും ഉൾപ്പെടെ 21% ഓക്സിജൻ നൽകുന്നത്. ആ പ്രോസസ്സ് സ്കൂളുകളിൽ പഠിപ്പിച്ചിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് അറിയാത്തവർക്ക് ഞാൻ വിശദീകരിച്ചു തരാം. അതായത് സൂര്യനിൽ നിന്നും വരുന്ന സോളാർ സൗരോർജ്ജം കടലിൽ പതിച്ച് അതിൽ നിന്നും സസ്യങ്ങൾ വഴി ഫോട്ടോസിന്തസിസ് പ്രോസസ്സ് വഴിയാണ് ഓക്സിജൻ 21% ലഭിക്കുന്നത്. ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ശരാശരി മനുഷ്യന്മാരുടെ ആയുസ് 40 വയസ്സാണ്. അതായത് ഒരാൾ ഒരു ദിവസം 11,000 ലിറ്റർ ഓക്സിജനാണ് ഉപയോഗിക്കുന്നത്. അത് 7,000 8,000 ആയി കഴിയുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നതും ഹൃദയാഘാതം വരുന്നതും. അപ്പം കേരളത്തിൽ കോവിഡ് വാക്സിനേഷൻ എടുത്തേക്കുന്നത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് രജിസ്റ്റർ ചെയ്തേക്കുന്നത് മാത്രം 2,17,00,000 ആൾക്കാരാണ്. ഓക്കെ, അപ്പം ഇതിൽ ഇപ്പം 2024 മാത്രം ഏതാണ്ട് 4 ലക്ഷത്തിൽ പരം ആൾക്കാർ മരണപ്പെട്ടു കോവിഡ് വാക്സിനേഷൻ എടുത്തതിന് ശേഷം ഉള്ള കണക്കുകൾ പ്രകാരം. ഇപ്പോൾ ശരാശരി കേരളത്തിൽ ഒരു ദിവസം രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് 2,400 പരം മരണങ്ങളാണ്. അത് എന്താ പറയുക, 1 വയസ്സ് മുതൽ 90 വയസ്സ് 100 വയസ്സ് വരെയുള്ളവരും ഉണ്ട്. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും സൗരോർജ്ജ കോവിഡ് മൃതസഞ്ജീവനി വാക്സിനേഷൻ നൽകുന്നത് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ് പ്രധാനമന്ത്രി അഭിലാഷാണ്. കാര്യം സോളാർ സൗരോർജ്ജ ഓക്സിജൻ വരുന്നത് സൂര്യനിൽ നിന്നുള്ള ഡയറക്റ്റ് പ്രൊട്ടക്ഷനാണ്. ഇപ്പം ഡൽഹിയിൽ ഉൾപ്പെടെ എയർ ഓക്സിജൻ അളവ് 16%, കേരളത്തിൽ 21%. അപ്പോൾ 21% ഏതൊക്കെ ജില്ലയിൽ, ഏതൊക്കെ വാർഡിൽ, ഏതൊക്കെ ഏരിയയിലാണ് വേണ്ടതെന്നുള്ളത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള 2,17,00,000 ജനങ്ങൾക്ക് കോവിഡ് വാക്സിനേഷൻ മൂലമുള്ള ഹാർട്ട് അറ്റാക്ക് മരണത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ടുള്ള സോളാർ സൗരോർജ്ജ വാക്സിനേഷൻ നൽകുന്നത്. അതായത് കേരളത്തിലെ എയർ ഓക്സിജൻ, ഇന്ത്യയിലെ എയർ ഓക്സിജൻ, ഏഷ്യയിലെ, ലോകത്തിലെ എയർ ഓക്സിജൻ എല്ലാം നൽകുന്നത് ഇന്ത്യയുടെ ഏക പ്രസിഡന്റ് പ്രധാനമന്ത്രി അഭിലാഷാണ്. ഇതിന് എല്ലാവർക്കും ഫീസ് ഒരു ദിവസം 1 രൂപയാണ്. ഓക്കെ, ആദ്യം ഫീസ് അടയ്ക്കുന്നവരെല്ലാം